ഹലോ, മോളുടെ ആദ്യ കുർബാനയാണ് കേട്ടോ. ഈ വർഷം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ തൃശ്ശൂർ ഭാവന പറവട്ടാനിലാണ്. ഒരുപാട് കളക്ഷൻസ് ഉള്ളതാണ്. അവിടെ ചേച്ചീനെയും പിള്ളേരെയൊക്കെ കൂട്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കണം, രണ്ടമ്മമാർക്ക് കൊടുക്കണം. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് അവരുടെ ഇഷ്ടത്തിന് ഇട്ട് നോക്കിയൊക്കെ വാങ്ങാമല്ലോ. മെയിനായിട്ട് നമ്മുടെ ആദ്യ കുർബാനക്കാരിക്കുള്ള ഡ്രസ്സും അവളുടെ അനിയനും കുഞ്ഞൂസിനും ഒക്കെ ഉള്ള ഡ്രസ്സും എടുക്കണം. എനിക്കും പറ്റിയെങ്കിൽ നോക്കണം എന്ന് വെച്ചാൽ എല്ലാവരും കൂടി വന്നതാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ശക്തനിലുണ്ടൊരു ഭാവന. അവരുടെ തന്നെ പുതിയ കടയാണ്, വലിയ കട. ഇവിടെ പറവട്ടാനിൽ അധികം ആയിട്ടില്ല തുടങ്ങിയിട്ട്. ഒരുപാട് കളക്ഷൻസാണ്. ആദ്യ കുർബാനയ്ക്കുള്ള ഡ്രസ്സുകളും പിന്നെ അന്ന് തന്നെ അവരുടെ അപ്പന്മാർക്കും അമ്മമാർക്കും അമ്മമ്മമാർക്കും എല്ലാവർക്കും ഇടാനുള്ള ഡ്രസ്സുണ്ട്. ഇതിന് മാത്രമല്ല കേട്ടോ, ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കുള്ള എല്ലാം ഉണ്ട്. പിന്നെ അതിനുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ മാല വള കമ്മൽ തൊട്ട് എല്ലാതും, ഷൂ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അല്ലാതെ നമുക്ക് വേറെ എവിടെ നിന്നും പോയിട്ട് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് നമ്മൾ ഇട്ട് നോക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് എന്താ വെച്ചാൽ പള്ളിയിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഒരേപോലെ വേണമെന്നാണ്. അപ്പോൾ വെവ്വേറെ വെവ്വേറെ പറ്റില്ല. അപ്പോൾ അതിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അധികം വില ഇല്ല, തീരെ വില കുറവായ നമുക്കത് അത് അത്ര നന്നാവില്ലല്ലോ. പക്ഷെ വില വല്ലാണ്ട് കയറിയാലും ഒരുപാട് പാവപ്പെട്ടവരും ഉണ്ട്, മീഡിയം ഉണ്ട്, പൈസക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയത് നമ്മൾ സെലക്ട് ചെയ്യേണ്ട. ഒരുപാട് നമ്മൾ വിലയുള്ളത് സെലക്ട് ചെയ്താൽ അവർക്കും അതേ റേറ്റിനുള്ളത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളധികം റേറ്റിൻ്റെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. സ്റ്റാർട്ടിങ് പ്രൈസ് ഇവിടെ വരുന്നത് 2000 ആണ്. അപ്പോൾ നമ്മളൊരു 2500 ആ ഒരു റേറ്റിനുള്ള ഉടുപ്പ് എടുത്തിട്ടുള്ളൂ. കാരണം ഇത് ആകെ ആ ഒരു ദിവസമല്ലേ നമ്മൾ ഇടുള്ളൂ. പിന്നെ അത് അധികം യൂസ് ചെയ്യണില്ലല്ലോ. പിന്നെ എല്ലാവർക്കും എല്ലാവരുടെയും സാഹചര്യം നമ്മൾ നോക്കുകയും വേണം. അതുകൊണ്ട് തന്നെ വലിയ റേറ്റിലോട്ടൊന്നും പോയില്ല. അത് കയ്യിലിടാനുള്ള ഗ്ലൗസാണ് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടാന്ന് പിന്നെ അച്ഛൻ പറഞ്ഞപ്പോൾ പിന്നെ നമ്മളത് എടുത്തില്ല. കയ്യിൽ മെഴുകുതിരിയും പൊക്കിയാണ്, അതൊക്കെ പള്ളിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളതാണിപ്പോൾ ഉടുപ്പൊക്കെ സെലക്ട് ചെയ്തു. അതുപോലെ നെറ്റ് എടുത്തു. നെറ്റിന് തന്നെ 500ൻ്റെ അടുത്ത് വരുന്നുണ്ട് ഉള്ളതിൽ. ആ ഉടുപ്പിന് മാച്ചായിട്ടുള്ള നെറ്റ് തന്നെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഗ്ലൗസ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മളപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ഷൂ എടുത്തു കേട്ടോ. അപ്പോൾ കാലിൽ കറക്റ്റ് പാകത്തിന് ഷൂ കിട്ടി. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് കണ്ടോ. ഒരുപാട് ഷൂ ഉണ്ട്, ഒരുപാട് സെലക്ഷൻസ് ഉണ്ട്. ഏത് ആൾക്കാർക്ക് പിള്ളേർക്കായാലും വലിപ്പ ചെറുപ്പമനുസരിച്ചുള്ള ഒക്കെ ഡ്രസ്സ് ഉണ്ട് ഭാവനയിൽ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചു. 3 ഇവരെ ചേച്ചിയുടെ 3 ആൺമക്കൾക്കും പിന്നെ എൻ്റെ കുഞ്ഞൂസിനും വേണ്ടിയിട്ട് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരുപോലത്തെ കളർ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഗോൾഡൻ കളറാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന് തുണി വാങ്ങിച്ചാൽ അവരുടെ ഇഷ്ടത്തിന് തയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതും എടുത്തു. അതെടുത്തിട്ട് പിന്നെ എനിക്കും ചേച്ചിക്കും ചുരിദാർ എടുത്തു. അങ്ങനെ ഞങ്ങൾ സെറ്റായി ഒരുവിധം അങ്ങനെ പോവാണ്. അപ്പോൾ ഇതായിരുന്നു വിശേഷം. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിലെ. ടാറ്റ, ബൈ ബൈ.